ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മേക്കാൻ എടുത്തിട്ടുള്ളത് റെഡ് കളറിലെ സാറ്റിൻ കവർ ചെയ്ത ഒരു ബോയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളിവിടെ കുറച്ച് സിൽവർ കളറിലെ പോളൻസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെഡ് കളറിലെ റിബണാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഏത് സൈസിലുള്ള റിബൺ ആയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമുക്കൊരു സ്കെയിലും ആവശ്യമായിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ റിബണ ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ എൻഡിൽ ഒരു ട്രയാങ്കിൾ വരുന്നത് പോലെ ഈ ഒരു ഷേപ്പിലൊന്ന് മടക്കുക. കറക്റ്റ് രണ്ട് എൻഡും ഒരേ അളവിൽ വരുന്ന രീതിയിൽ വേണം മടക്കിയെടുക്കാൻ. എന്നിട്ട് ആ ഒരു ഷേപ്പിനെ നമുക്ക് ഇതുപോലെ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തിനെ ജസ്റ്റ് ഒന്ന് ലൈറ്റർ ഉപയോഗിച്ച് ഹീറ്റാക്കി കൊടുക്കുക. അതായത് ത്രെഡൊന്നും ഇളകി പോകാതിരിക്കാനാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ സ്കെയിൽ എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നിന്നും ഒരു 3 സെൻറ്റിമീറ്റർ ഇതുപോലെ അളന്നെടുക്കുക. കൃത്യം 3 സെൻറ്റിമീറ്റർ തന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ എൻഡിൽ വെച്ച് വീണ്ടും ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം അത് സെക്യൂർ ചെയ്ത് വെക്കാനായിട്ട് ഞാനിവിടെ സേഫ്റ്റി പിന്നാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ കയ്യിൽ മൊട്ടുപിന്നൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൊട്ടുപിന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് തന്നെ 3 സെൻറ്റിമീറ്റർ എടുത്ത് ഇനിയും നമ്മൾ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിനെ ഒന്ന് മടക്കിയെടുക്കുക. ആ ഭാഗത്തിനെയും നമ്മളിതാ സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഒന്ന് സെക്യൂർ ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ടോട്ടൽ 5 എണ്ണമാണ് വേണ്ടത്. അതായത് നമ്മളിവിടെ ഒരു ഫ്ലവറാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ 5 പെറ്റൽസുള്ള ഫ്ലവറാണ് നമ്മൾ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 5 എണ്ണം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. അപ്പം നമ്മളിതാ ഇവിടെ ഏകദേശം 4 എണ്ണം മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റായിട്ട് 5ാമത്തേതാണ് മടക്കിയെടുക്കുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമുക്ക് 5ാമത്തതിനെ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തതുപോലെ ഇതുപോലെ കട്ട് ചെയ്താണ് എടുക്കുന്നത്. എന്നിട്ട് ലൈറ്റർ ഉപയോഗിച്ച് ആ ഭാഗവും നമ്മളൊന്ന് ഹീറ്റാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ 2 എൻഡിനെയും കട്ട് ചെയ്ത എൻഡിനെ ഇതുപോലെ ഒന്നിച്ച് വരത്തക്കവണ്ണം ചേർത്ത് വെച്ച് ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് സെക്യൂർ ചെയ്യണേ. അപ്പോൾ കണ്ടില്ലേ, മൊത്തം 5 എണ്ണം നമ്മളിവിടെ സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സൂചി നൂലും എടുക്കാം. എന്നിട്ട് നമ്മുടെ ആ തുറന്ന ഭാഗം ഉള്ളത് എടുക്കേണ്ട, അതിന് തൊട്ടപ്പുറത്തുള്ള ഭാഗത്ത് നിന്നും ഒരു സെൻറ്ററിൽ നിന്ന് തയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം എല്ലാമാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. താഴ്ഭാഗം തയ്ക്കേണ്ട, മുകൾ ഭാഗത്ത് കൂടെ ഇതുപോലെ എൻഡ് ചേർത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് വളരെ എളുപ്പം ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പം നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി വീഡിയോസ് നമ്മളെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടിട്ടില്ലാത്ത എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമ്മൾ ഏകദേശം ഫുള്ളായിട്ട് ഇതുപോലെ തയ്ച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തയ്ച്ചതിൻ്റെ എൻഡ് ഭാഗത്തിൽ, അതായത് ഫസ്റ്റ് തയ്ച്ചെടുത്ത അതേ പൊസിഷനിൽ എത്തുന്ന അവിടെ വെച്ച് ഇതുപോലെ വലിച്ച് നന്നായിട്ട് എടുക്കുക. അപ്പോഴേക്കും നമ്മൾ നല്ല ഭംഗിയുള്ള പെറ്റൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ എളുപ്പം നമുക്കിത് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വലിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് തയ്ച്ചില്ലേ, ആ കെട്ടിട്ടതിൻ്റെ ഉള്ളിലൂടെ ജസ്റ്റ് ഒന്ന് നമ്മുടെ സൂചി നൂല് കയറ്റി നല്ലവണ്ണം കെട്ടിട്ടെടുക്കാം. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് കൂടി ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് തയ്ച്ചെടുത്തോളൂ കേട്ടോ. അപ്പം നമ്മൾ ആ പെറ്റൽ ഒക്കെ ചെയ്ത് നല്ലൊരു ഫ്ലവർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ തയ്ച്ചിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാലൻസ് ഉള്ള ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമ്മൾ പെറ്റൽസ് എല്ലാം കറക്റ്റ് ഷേപ്പിൽ തന്നെ ഒന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പോൾ നമ്മൾ കൈ ഉപയോഗിച്ച് നല്ലോണം നമ്മളെ പെറ്റൽസിനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഈ സിൽവർ കളറിലെ പോളൻസ് നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 2 പോളൻസ് ആട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് വലിച്ച് പുറകിലോട്ട് എടുത്തതിന് ശേഷം നമ്മളുടെ ഫ്ലവറിനെ മേക്ക് ചെയ്യാനായിട്ട് ഇനി ഒന്നും കൂടെ ആവശ്യമുണ്ട്. ഈ പോളൻ അതിൽ കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടിരിക്കാനായിട്ട് നമ്മളിവിടെ B6000ൻ്റെ ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പുറകു വശത്ത് ഇതുപോലെ നല്ലോണം ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കുക. അതിനുശേഷം ബാലൻസ് ഉള്ള ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നല്ല ഭംഗിയിലുള്ള നമ്മളെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബോയിൽ നമുക്കിതിനെ വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഏകദേശം ഒരു ബോയുടെ സൈഡിലായിട്ട് വരുന്ന രീതിയിൽ ഒരു കൈയളവിന് കുറച്ച് മുകളിൽ വെച്ചിട്ട് നമ്മളിവിടെ B6000ൻ്റെ ഗ്ലൂ നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്ത് അതിലോട്ട് നമ്മുടെ ഫ്ലവറിനെ ഒന്ന് ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തത് കൊണ്ട് മാത്രം ഫ്ലവർ അവിടെ കറക്റ്റായിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
ഒന്നും കൂടെ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അതായത് നല്ലോണം ഇതൊന്ന് പ്രസ് ചെയ്ത് ഫിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇവിടെ ഒരു ഫെൽറ്റ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് കളറേ ഉണ്ടായിരുന്നുള്ളൂ, റെഡ് കളർ ഇല്ലായിരുന്നു, അതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ അല്പം ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുറകിലായിട്ട് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ നല്ല ഭംഗിയുള്ള നമ്മുടെ ബോയുടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ വർക്കാട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതിലും ഭംഗിയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.